നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പക്ഷേ എയർലൈൻ അധികൃതരോ ബോയിങ് അതായത് വിമാനം നിർമ്മിച്ച കമ്പനി അധികൃതരോ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 242 പേരുമായിട്ട് യാത്ര ആരംഭിച്ച വിമാനം ഏകദേശം 600 അടി ഉയരത്തിൽ 30 സെക്കൻഡ് മാത്രം യാത്ര ചെയ്തിട്ട് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. ആ അപകടത്തിൽ ഒരാൾ മാത്രമാണ്, വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. 242 പേരിൽ 241 പേരും മരണമടഞ്ഞു എന്നൊരു വാർത്ത ഞെട്ടലോടെയായിരുന്നു നമ്മളെല്ലാവരും കേട്ടത്. അതിൽ മലയാളിയായ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത നായരും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്നൊരു വാർത്ത നമുക്കേറെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA പരിശോധനാ ഫലങ്ങളിൽ പോലും രഞ്ജിതയുടെ മൃതദേഹം ഏതാണ് എന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ വാർത്തയാണ് ആ കുടുംബത്തെ തേടി വന്നിരിക്കുന്നത്. ഇന്നലെ വരെ 247 പേര്, അതായത് വിമാനത്തിലുണ്ടായിരുന്നവരും അതിനു പുറമെ ആ മെഡിക്കൽ കോളേജ് ബിൽഡിങ്ങിലുണ്ടായിരുന്ന സ്റ്റുഡൻസും ഡോക്ടർമാരും അവിടെ ക്യാൻറ്റീനിലുണ്ടായിരുന്ന ആളുകളും ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിരുന്നു എന്നൊരു വാർത്ത നമുക്കറിയാം. അതിൽ 247 പേര് മരിച്ചു എന്ന ഔദ്യോഗിക കണക്കുണ്ട്. അതിന് പുറമെ 232 പേരുടെ DNA സാമ്പിളുകൾ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 6 മണിവരെയുള്ള കണക്കാണ് നമ്മൾ പറയുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിവരെയുള്ള കണക്ക്. അതിൽ 232 പേരെ തിരിച്ചറിഞ്ഞതിൽ മലയാളിയായ രഞ്ജിത ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ കുടുംബത്തിനും ഔദ്യോഗികമായിട്ട് ലഭിച്ച വിവരം അതുതന്നെയാണ്. DNA സാമ്പിളുകൾ പരിശോധിച്ച് അത് ഇന്നയാളുടേതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ ആ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്നേ ഇനി പറയാൻ സാധിക്കുകയുള്ളൂ. അത് കുടുംബത്തിന് കൈമാറാൻ സാധിക്കുകയുള്ളൂ. ഔദ്യോഗികമായിട്ട് അവരുടെ മരണം രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരനായിട്ടുള്ള രതീഷ് ജി നായർ, അദ്ദേഹവും ഒരു ബന്ധുവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അഹമ്മദാബാദിലുണ്ട്. രഞ്ജിതയുടെ DNA സാമ്പിൾ ചെയ്യാൻ വേണ്ടി അവർ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ DNA സാമ്പിളിങ്ങിൽ ഇതുവരെയും പരിശോധന നടത്തിയതിൽ രഞ്ജിതയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന ദുഃഖകരമായൊരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം അവസാനമായിട്ടും ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ, ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് കിട്ടുന്ന ഇൻഷുറൻസ് പരിരക്ഷയടക്കമുള്ള തുക ലഭ്യമാകാൻ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് വസ്തുത. ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം ലഭ്യമാകാത്തിടത്തോളം കാലം രഞ്ജിതയുടെ കുടുംബത്തിന് ടാറ്റ നൽകുന്ന ഒരു ധനസഹായം 25 ലക്ഷം ഇടക്കാല ധനസഹായം വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും അത് ലഭ്യമാകണമെങ്കിൽ പോലും DNA സാമ്പിളുകൾ പരിശോധിച്ച് രഞ്ജിതയുടെ മൃതദേഹം അവിടെ നിന്ന് കണ്ടെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ടാറ്റ അങ്ങനെ പറയുന്നില്ല. എയർ ഇന്ത്യയുടെ എയർലൈൻ കമ്പനിയായിട്ടുള്ള ടാറ്റ ഗ്രൂപ്പ് പക്ഷേ ഇതുവരെ ഈ 2 കുടുംബത്തിന് ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ 25 ലക്ഷം രൂപ വിതരണം ചെയ്തു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള കുടുംബങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ 1 കോടി രൂപ ടാറ്റ ഗ്രൂപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിന് പുറമെയാണ് ഈ 25 ലക്ഷം രൂപ, അതായത് 1,25 ലക്ഷം രൂപയാണ് ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കോടതിയിൽ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപക്ഷെ അത് 1,78 ലക്ഷം രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 1,78 2 കോടിയോ 5 കോടിയോ കൊടുത്തു കഴിഞ്ഞാലും ഒരു കുടുംബത്തിൻ്റെ അത്താണിയും ആളും ഇല്ലാത്തൊരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഈ DNA പ്രൊഫൈലിങ്ങിൽ അവിടെ മരണമടഞ്ഞ ആളുകളുടെ എല്ലാവരുടെയും DNA, അവരുടെ ബന്ധുക്കളിൽ നിന്ന് DNA എടുത്തതിന് ശേഷമാണ് ഈ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കുന്നത്. ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് DNA ലഭ്യമായിട്ടുള്ള ആളുകളുടെ എല്ലാ പരിശോധനകളും ഇതിനോടകം അവസാനിച്ചു എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒന്നുകൂടി DNA ശേഖരിച്ചിട്ട് അവിടെയുള്ള ഏതെങ്കിലും മൃതദേഹങ്ങൾ ബാക്കി വന്ന 242 പേരുടെ മൃതദേഹങ്ങളാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ 247 പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. 232 പേരുടേത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് DNA സാമ്പിളിങ്ങിൽ. അവരുടെ ബന്ധുക്കളൊക്കെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ബാക്കി ഏകദേശം ഒരു 8-9 പേരോളം കിട്ടാനുണ്ട്. ആ 9 പേരോളം കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും നിരവധി പേര് അവിടെ ആരാണ് ഏതാണ് എന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ ആ അപകടവുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ മിസ്സിങ്ങിൻ്റെ കണക്കുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 241 പേര് വിമാനത്തിലുള്ളവരെ കഴിഞ്ഞ് വെറും 6 പേരുടെ ഔദ്യോഗിക മരണം ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 247 പേരുടെ. പക്ഷേ അതിൽ കൂടുതൽ മരണം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ പലരും പുറത്തു വിടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് മുകളിലേക്കാണല്ലോ ഈ അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹോസ്റ്റലിൽ ആ സമയത്തുണ്ടായിരുന്ന കുട്ടികളുടെ കണക്കും രേഖകളും ഒക്കെ എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം
ക്യാൻറ്റീനിൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കൂടി ലഭ്യമാക്കണം. പിന്നീട് ഡോക്ടർമാർ ആരൊക്കെ ഈ അപകടത്തിൽ പെട്ടു എന്നുള്ളത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശീയരായ ആളുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ലഭ്യമാകാതെ വന്നിരിക്കുന്നത്. ആരൊക്കെ ഈ അപകടത്തിൽ ഉൾപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിനോ ഇത് അന്വേഷിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഏജൻസിക്കോ ലഭ്യമായിട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദാബാദ് വിമാന അപകടം എന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടും നമ്മുടെ മുന്നിലും സർക്കാരിൻ്റെ മുന്നിലുമൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ടിട്ട് DGCA അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചു. അന്വേഷണ ഏജൻസി അഹമ്മദാബാദിൽ വന്ന് അപകടം നടന്ന വിമാനം പരിശോധിച്ചു. അവിടെ നടന്ന വിമാനം പരിശോധിച്ചിട്ട് ഇതിനെന്ത് സംഭവിച്ചു എന്നത് അവർക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ആ ബിൽഡിങ്ങിൻ്റെ ഉയരവും കാര്യങ്ങളും എല്ലാം പരിശോധിച്ചു. സാധാരണഗതിയിൽ വിമാനത്താവളത്തിന് ചുറ്റും ഉള്ള കെട്ടിടങ്ങളുടെ ഉയരത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വരാറുണ്ട്. ആ തർക്കങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള ഒരു പരിശോധന ആ ബിൽഡിങ്ങിൻ്റെ ഉയരത്തിൻ്റെ കാര്യത്തിലും അവർ നോക്കി. പക്ഷേ വർഷങ്ങളായുള്ള ബിൽഡിങ്ങാണ്, അതിന് ഉയരത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യം വന്നു. ഒരു കുട്ടിയെടുത്ത വീഡിയോയിലാണ് കൃത്യമായിട്ട് ഇല വീഴുന്നത് പോലെ വിമാനം ഈ കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അതിനു മുന്നേ പൈലറ്റ് കൊടുത്ത നിർദ്ദേശങ്ങളിലെല്ലാം വിമാനം ഉയർന്നു പൊങ്ങാൻ സാധിക്കുന്നില്ല എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. പക്ഷേ ഈ വിമാനം ദുരന്തം അന്വേഷിക്കുന്ന ഏജൻസി അവിടെ വന്നതിന് ശേഷം അവർക്ക് ഈ വിമാനം പരിശോധിച്ചിട്ടും കെട്ടിടം പരിശോധിച്ചിട്ടും കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പിന്നെയാണ് ഇവരെ ബോയിങ് എന്ന് പറയുന്ന വിമാന നിർമ്മാണ കമ്പനി അധികൃതരുമായിട്ട് ബന്ധപ്പെടുന്നത്. അവർ അവിടെ വന്നു. അവർ വന്നിട്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. പക്ഷേ അതിനിടയിൽ ഡ്യുവൽ എഞ്ചിൻ, അതായത് വിമാനത്തിന് 2 എഞ്ചിനുണ്ട്. ആ 2 എഞ്ചിനും ഒരേ സമയം തകരാറിലായി. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇതുകൊണ്ടാണ് റാറ്റ് പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു അഭ്യൂഹം പോലെ പുറത്തു വരാൻ തുടങ്ങി. ഇതിനൊന്നും ഔദ്യോഗികമായിട്ടുള്ള രേഖകളില്ല. ഔദ്യോഗികമായിട്ടുള്ള രേഖകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ. ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തുന്നതാണ് ഔദ്യോഗികമായിട്ട് രേഖയായിട്ട് വരേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ഔദ്യോഗിക രേഖ ആയിട്ട് ഈ അപകടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിമാന അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അത് ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണ് ഈ വിമാന അപകടം ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള ധാരണ ഈ അന്വേഷണ ഏജൻസിക്ക് പോലും നിലവിൽ ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബന്ധുക്കൾക്ക് ഈ അപകടം ഉണ്ടായിട്ട് മരണപ്പെട്ട ആളുകളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട ആളുകളുടെ ഡെഡ് ബോഡിയും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഈ DNA സാമ്പിളിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇത് ആരുടേതാണ് എന്നതിനെക്കുറിച്ച് സംശയം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഈ അപകടം നടന്ന് ഏത് രീതിയിലാണ് ഇതിലെ ആളുകൾക്ക് സാമ്പത്തിക സഹായം, അതായത് ഈ പറഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായ രേഖകൾ റിപ്പോർട്ടിലൂടെ സമർപ്പിക്കപ്പെടണം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1,78,00,000 രൂപ വരെയാണ് ഒരു വിമാന അപകടത്തിൽ പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ ആ വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്ത ആളുകൾക്ക് ലഭ്യമാവുക. എന്ന് വെച്ചാൽ അത്രയേ കൊടുക്കാൻ പാടുള്ളൂ എന്നല്ല, ഒരു ഔദ്യോഗികമായിട്ട് വിവിധ രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറിലാണ് അങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അതിന് മുകളിലും വരാം. കാരണം അത് കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടാണ്, പിന്നീട് കുടുംബങ്ങൾ ചലഞ്ച് ചെയ്തതിന് ശേഷമാണ് എത്ര എന്നതിനെക്കുറിച്ച് കോടതിയാണ് ഔദ്യോഗികമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഭാര്യ മരിച്ച ആളുകളുണ്ട്, ഭർത്താക്കന്മാർ മരിച്ച ആളുകളുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ പ്രായമായവരുണ്ട്, ഇവരൊക്കെയുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ നിലവിലെ ജോലി, പിന്നെ ഇനി ഇവർക്ക് എത്ര വർഷം സർവീസ് ഉണ്ട്, ഇവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം തുടങ്ങി പല കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ സാധാരണ മോട്ടോർ ക്ലെയിം ഉണ്ടല്ലോ, മോട്ടോർ ക്ലെയിമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കോടതിയിൽ കേസ് കളിക്കുന്നത് പോലെ തന്നെയാണ് ഇത്. രണ്ടാമതൊരു കാര്യം, ഈ വിമാനത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ബോയിങ്ങിൻ്റെ നിർമ്മാണ കമ്പനിയുള്ള അമേരിക്കയിൽ അവിടെയും കേസ് കൊടുക്കാം. നിരവധി കേസുകളായിരിക്കും ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങളിൽ വരാതിരിക്കുന്നത്. പക്ഷേ ആ കേസുകളെല്ലാം തന്നെ വരണമെങ്കിൽ ഇതിൽ എത്ര പേരാണ് കൃത്യമായിട്ട് മരണമടഞ്ഞത്, ആരൊക്കെയാണ് ആ മരണമടഞ്ഞ ആളുകൾ എന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര പേർക്ക് ഇതിൽ കൃത്യമായിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്, അത് എത്രയാണ് എന്നതിനെക്കുറിച്ചുള്ള
വിവരം നമുക്ക് ലഭ്യമാകുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ടിട്ട് എയർ ഇന്ത്യ കൊടുക്കുന്ന 25 ലക്ഷം വിതരണം ചെയ്യുന്നത് മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഏക ആശ്വാസം. ഈ ഒരു സാഹചര്യത്തിൽ 25 ലക്ഷം 2 കുടുംബങ്ങൾക്കാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള കുടുംബങ്ങൾക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കും എന്നും പറയുന്നു. എന്തായാലും അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിൻ്റെ അന്വേഷണ ഏജൻസിക്കോ ബോയിങ് അധികൃതർക്കോ ഇതെന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് ധാരണയില്ല. മലയാളിയായ രഞ്ജിതയുടെ DNA പരിശോധനയ്ക്ക് അത് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. DNA സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ച് സഹോദരൻ അഹമ്മദാബാദിൽ തന്നെ തുടരുകയാണ്. എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് അതിൽ ഒരു ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.